മനുഷ്യ ഇങ്ങോട്ട് വരാൻ വരുവല്ലേടി, ഇങ്ങോട്ട് ഇവിടെ വന്ന് നിക്ക്, ഇവിടെ വന്ന് നിക്ക്. എന്താ പറ? എന്താ പറയാ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? നിങ്ങളെ എന്റെ ഭർത്താവാണോ? പിന്നെ അപ്പൊ നിങ്ങളെ തല്ലിയവരെ തിരിച്ച് തല്ലിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. പാടി വാണി അങ്ങനെ വാടി പോകാനുള്ളതല്ല. നിങ്ങളെ തല്ലിയവനെ തിരിച്ച് തല്ലിയിട്ടേ വാണി ഇവിടുന്ന് പോകൂന്ന്. വാടി ഒരു പ്രശ്നപ്പെട്ടടി പൊന്നെ, നമുക്ക് പോവാം വാടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരാണാണോ? മെനഞ്ഞാന്ന് PTA സ്കൂളിൽ ചെന്ന് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നപ്പോ ആലോചിച്ചില്ലേ ഞാൻ ആണാന്ന്? വിളിച്ചു പറയാൻ നിൽക്കരുത്, മര്യാദയ്ക്ക് അയാളെ വിളിച്ചുകൊണ്ട് ഇറങ്ങ്. വല്ലാത്തൊരു കഷ്ടം കേട്ടോ നിന്റെ കാര്യം. എടി ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാ തോന്നുന്നത്. അയാൾ ഉള്ളി കാണൂന്ന്. പിന്നെ ഇത്ര റിസ്ക് എടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ വിളിച്ചിറക്കേണ്ട കാര്യമുണ്ടോ? എന്തോന്ന് അയാൾ ഉള്ളി കയറി ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു. കോമഡി അടിക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ? അതേ മനുഷ്യ, നിങ്ങളെ തല്ലിയവനെ തിരിച്ച് തല്ലിയിട്ടേ വാണി ഈ മുടി കെട്ടുമെന്ന് ആൾക്കൂട്ടത്ത് പോയി ശപഥം ചെയ്തേക്കുക. ആര് പറഞ്ഞെടുത്ത് ശപഥം ചെയ്യാൻ? ആര് പറഞ്ഞു? അത് പിന്നെ മഹേഷിന്റെ പ്രതികാര സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴല്ലേ നിങ്ങൾ തല്ലും മേടിച്ചോണ്ട് വന്നേക്കുന്നത്. പോരാത്തതിന് ഇപ്പൊ എന്തോരം ഫാഷനാന്നറിയാമോ മുടിയില്? ഇങ്ങനെ ചുരുട്ടിക്കെട്ടുന്നു, അങ്ങനെ ചുരുട്ടിക്കെട്ടുന്നു, ഹമ്പ് കെട്ടുന്നു, ബോഡി ടെയില് കെട്ടുന്നു, കണ്ടിട്ട് കൊതിയാവുക. അവനെ തിരിച്ച് തല്ലിയിട്ട് വേണം വാണീന്റെ മുടി ഒന്ന് തിരിച്ച് കെട്ടി വെക്കാൻ. വിളിച്ചിറക്ക്. നീ വെപ്പറ, ഞാൻ വിളിക്കാം. കുത്തമ്മേണ്ണോ, കുത്തമ്മേണ്ണ, നിങ്ങളെ കൊച്ചച്ഛൻ അതിനകത്ത് ഇരിക്കുന്നേ. മര്യാദ അങ്ങോട്ട് വിളിച്ചിറക്ക്. എടാ പുത്തമ്പുറയ്ക്കൽ ഉത്തമ ഇറങ്ങി വാട. അങ്ങനെ പറ. ആര് പറയാൻ? പറയൂല, എനിക്കറിയാം. പുത്തമ്പുറയ്ക്കൽ ഉത്തമ എന്നൊക്കെ പറയുമ്പോ മേലൊന്ന് ഇളകും, വേർക്കും. അങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പിള പോടാ അവിടുന്ന്. എല്ലാം ഞാൻ ഇത്രയൊക്കെ പേക്കൂത്ത് ഇവിടെ കാണിച്ചു വെച്ചിട്ട് നിന്റെ ചെവിക്ക് താപ്പടിച്ചു വെച്ചേക്കുന്നോ? ഇറങ്ങി വാടാ. ആരാ ഉമ്മറത്ത്? ആരാ? വാണി ആകാശ്. അതങ്ങനെയല്ലല്ലോ, ആകാശവാണി എന്നല്ലേ? വാർത്തകൾ വായിക്കുന്ന ആകാശവാണി. ഇത് വായിലിരിക്കുന്ന പറയുന്ന വാണി ആകാശ്. വന്ന കാര്യം പറ. ഭർത്താവ് ഉത്തമൻ തന്നെയാണോ? അതെ, ഉത്തമൻ തന്നെയാണ്. ചേച്ചി വേറെ മൂടില്ല. മനുഷ്യ, നിങ്ങളുടെ ഉത്തമനായ ഭർത്താവ് ഒരു കഴമ്പില്ലാത്ത എന്റെ ഭർത്താവിനെ തല്ലിയേക്കുന്നു. കുഴമ്പ് തേച്ച് നിൽക്കുന്ന എന്റെ ഭർത്താവിനെ തല്ലിയേക്കുന്നു. തിരിച്ച് തല്ലാതെ വാണി ഇവിടുന്ന് പോകൂല. അയ്യോ, എന്നാ 3:30 വരേണ്ടതായിരുന്നു കേട്ടാ. അതെന്ത്? 4:30 ഫ്ലൈറ്റിന് അയാൾ അങ്ങ് ദുബായി പോയി. അലാറം വെച്ചാ മതിയായിരുന്നു. വിട്ടുപോയി. വിളി പുന്നപ്ര ബൈജുവിനെ വിളി. ദുബായിലേക്ക് 2 ടിക്കറ്റ്. ഇന്ന് രാവിലെ നമ്മൾ ദുബായിക്ക് പോകുന്നു. ഉച്ചരാകുമ്പോ അവിടെ എത്തുന്നു. 4 മണിക്ക് അയാളെ തല്ലുന്നു. അടിയും കിട്ടി. നമ്മൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ പിടിക്കുന്നു. ഏത്? പുതുകുളം പഞ്ചായത്ത് വിട്ട് വെളിയിൽ പോവാത്തല്ല, ദുബായി പോയി അടിക്കാൻ പോകുന്നു. നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോടി? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് ദുബായി പോണ അയാൾ തല്ലണം തിരിച്ച് വരണോന്ന്. എനിക്ക് പെരുപ്പ് കയറുന്നുണ്ട്. ദുബായി പോണ അയാൾ തല്ലണം തിരിച്ച് വരണോ? എനിക്ക് ദുബായി പോണെന്ന് കൺഫേം ആയാ? എന്നാ എന്റെ ചേട്ട ഒരു ഉപ്പ മീനച്ചാറ് മറന്നു വെച്ചിട്ട് പോയി അതുകൂടെ ഒന്ന് കൊടുക്കോ? തേങ്ങ, എനിക്ക് വേറൊന്നും പണിയില്ലല്ലോ. എനിക്ക് ദുബായി പോണോന്ന്. അതിന് പാസ്പോർട്ട് വേണോന്ന്? എടുക്കണം. അത് 10ാം ക്ലാസ് ജയിക്കണം. അത് പിന്നെ ഞാൻ അറിഞ്ഞോ നിങ്ങൾ ഭാവിയിൽ തല്ലും കൊണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമെന്ന്? എനിക്ക് ദുബായി പോണോ? ചേട്ട വിളിക്കണ. ഹലോ ചേട്ടാ. മോളൂസേ, ഞാനിഞ്ഞ് എത്തി ചേട്ടാ, ദുബായിലെത്തി. ഓ, നേരത്തെ എത്തിയാ? നേരത്തെ എത്തി. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടൊക്കെ ഇരിക്കണം. നിങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കണ? സുഖമായിട്ടിരിക്കണം. സൂക്ഷിക്കണം കേട്ടോ. നിന്റെ ഗ്ലാമറൊക്കെ പഴയതുപോലെ വീണ്ടും അടുത്ത വർഷം ഞാൻ വരാനുള്ളതാണ് കേട്ടോ. ഓ, സൂക്ഷിക്കുന്നുണ്ട് കേട്ടാ. അതെ, നിങ്ങളെ നോക്കി 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാ തിരിക്കോ? വാ. ആര്? ഒരു പെണ്ണും ഒരു മാപ്പിളയുണ്ട്. കൊടുക്കട്ടാ. എന്റെ ചേട്ടൻ. ഹലോ, നമസ്കാരം. ഓർമ്മയുണ്ടോ? എന്നെ അങ്ങോട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ? മറക്കാൻ പറ്റുമോ? അതെ. എന്ത് പറ്റി ഇപ്പം? അതെ, ഭാര്യ മുടി കെട്ടുന്നില്ല. അയ്യോ, ഞാൻ ലീവ് കഴിഞ്ഞ് വന്നല്ലോ. ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് വരും. അപ്പൊ വരുമ്പം കെട്ടിക്കൊടുത്താ മതിയോ? അല്ലല്ല,
നിങ്ങൾ എന്നെ അടിച്ചല്ലോ, ആ. ഇനി ഞാൻ നിങ്ങളെ തിരിച്ചടിച്ചട്ടെ അവള് മുടി കെട്ടുന്നുള്ള ഒരേ പ്രതിജ്ഞ. എന്നാ പിന്നെ അവിടുത്തെ മുട്ട അടിച്ച് കളയാൻ പറ, അതേ നടക്കത്തുള്ളൂ. അതെന്ത്? അല്ല, ഞാൻ വരാൻ എങ്ങനെയാണെങ്കിലും 2-2.5 വർഷമൊക്കെ കഴിയും. പ്ലീസ്, എങ്ങനെയെങ്കിലും 2 ദിവസം ലീവ് എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വരുമോ? എന്താന്ന്? 2 ദിവസം ലീവ് എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വരും, എനിക്കൊന്ന് തല്ലാനാ. എന്നാ നിനക്ക് അടിക്കാൻ വേണ്ടി ഞാൻ ലീവ് എടുത്ത് വരണം അല്ലേ? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. വെച്ചിട്ട് പോടാ, എന്നെ കൂടെ അടി പിടിച്ചിട്ടാ. എന്നാ നിങ്ങളെ ഭർത്താവിന്റെ ഫോൺ. എടേ അഹങ്കാരത്തിന്റെ മോന മോളെ, അങ്ങേരെ ദുബായി പോയിട്ടായാലും തിരിച്ചടിച്ചിട്ടേ വാണി വരത്തുള്ളൂ. നിങ്ങൾ ദുബായിൽ പോവയോ ഉത്തമനെ തല്ലുകയോ എന്തൊരു വേണോ ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നമല്ല. പക്ഷെ എന്റെ ഈ ചെടിച്ചട്ടി എല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ആര്? ഞാൻ എന്ത് ഈ ചെടിച്ചട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പോയാ മതി, അല്ലെങ്കിൽ എന്റെ കരുത്ത് നിങ്ങൾ അറിയും. കരുത്തറിയുന്നു. അച്ഛൻ്റെ എങ്ങ് വിളിക്ക്. ചെണ്ട എവിടെ? നിന്നെ തന്നെ. എന്നെയാ? എന്റെ ഭർത്താവിനെ അടിക്കുന്നോടി. എന്റെ അടുത്ത് കൂടുതൽ വളച്ചു കളിക്കരുത്, കാണിച്ചു തരാം ഞാൻ. നീ എന്തായിരുന്നു പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഭർത്താവിനെ തല്ലിയതിന് തിരിച്ചു ചോദിക്കാനെന്നും പറഞ്ഞിട്ട് ഭാര്യയുടെ നടിയും മേടിച്ചെന്നേക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, ഇനി ഭാര്യയെ തിരിച്ച് തല്ലിയിട്ടെ കണ്ണെഴുതു പൊട്ടുകൊട്ടു ജാതെഴുതൊന്നും പറയരുത്. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അവള്. അവള് ഇങ്ങോട്ട് നോക്കടി ഭ്രാന്തി. ബോക്സിംഗില് ഗോൾഡ് മെഡൽ നേടിയ ഊർമിളയ്ക്ക് അഭിനന്ദനങ്ങള്. എന്റെ പൊന്നണ്ണ, നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകാന്നേ. പോടോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കല്യാണം